ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ വിഷു ആഘോഷമൊക്കെ തുടങ്ങി. പുറത്ത് ചേട്ടനും കുടുംബമൊക്കെ പടക്കം കത്തിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ബാ കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പടക്കം കത്തിച്ച് വിഷു ആഘോഷിക്കാം. അതെ, കണിയൊരുക്കാം. അതെ, എല്ലാരും പോലെ നമുക്ക് കണിയൊരുക്കാം. അപ്പൊ നമ്മുടെ ഈ സന്തോഷ നിമിഷം നിങ്ങളുമായിട്ടൊക്കെ പങ്കിടുന്നു. അപ്പൊ തുടങ്ങിയാലോ കൂട്ടുകാരെ? അങ്ങനെ കണ്ട എല്ലാരും കൂടി കത്തിച്ചോണ്ടിരിക്കാണ്, അച്ഛനും മക്കളും. ആ തിരിച്ചു കത്തിരി കണ്ട ശരണ്യ, അതെ അച്ഛൻ കത്തിക്കുന്നു. ശരണ്യ, കണ്ണപ്പൻ, ജ്യോതിയക്ക, സോജു അണ്ണൻ. ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു കേട്ടോ. അതെ, ഹാപ്പി വിഷു. അച്ഛൻ ഇവിടെ വന്ന കാണാം മേളത്തെ എന്താ കൂട്ടുകാരെ. അങ്ങനെ അതെ നമ്മുടെ കണ്ണപ്പൻ പടക്കം പൊട്ടിക്കണ കണ്ട പൊട്ടിക്കലാണ്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ കുളിച്ചിട്ട് വന്നത് കണിക്കുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെ, പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ചേട്ടനെല്ലാം വീട്ടിൽ പോയി. ഇപ്പൊ ഞങ്ങള് 4 പേരേ ഉള്ളു. നാളെ നേരം വെളുക്കുമ്പോ കണി കാണാം. ശരണ്യ അതെ കുളിച്ചേച്ചും വന്ന് കണിയൊക്കെ ഒരുക്കിയത് കാണിച്ചു തരാൻ കൂട്ടുകാരെ. ഇത് കണ്ട വിളക്കില് അതെ 5 തിരിയൊക്കെ ഇട്ട്, അതുപോലെ അതെ കണ്ട കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ വാൽക്കണ്ണാടിയൊക്കെ വെച്ച് വെക്ക് കണ്ട കൂട്ടുകാരെ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കണിയിടതൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണല്ലേ. സാധാരണ കൂട്ടുകാരെ നമ്മുടെ ഭഗവാന്റെയൊക്കെ മുന്നിലായിട്ട് തന്നെയായിരുന്നു സാധാരണ വെക്കുന്നത്. ഇപ്പോഴും ഭഗവാന്റെ മുന്നിൽ തന്നെയാണ്, എന്നാലും താഴത്താണ് വെച്ചിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇത്തവണ നമുക്ക് കൃഷ്ണൻ ഒരെണ്ണം കൂടി നമ്മുടെ സൗദിയിൽ നിന്ന് നമ്മളെ കാണാൻ വന്ന അല്ലേ, അവർ വന്നപ്പോൾ ഒരു കൃഷ്ണനും രാധയും കൂടിയാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്. അപ്പം 2 കൃഷ്ണന്മാരിരുന്നപ്പോൾ ഇവിടെ വെക്കാനായിട്ട് സ്ഥലം കുറവാണ്. അപ്പോൾ നേരെ ഞങ്ങൾ എന്ത് ചെയ്ത് താഴത്തോട്ട് വെച്ച്. അപ്പോഴും നേരെ തന്നെയാണ് ഇരിക്കണതല്ലേ. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കണിയൊരുക്കം. ഞങ്ങൾ കണി ഒരുക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേ കൃഷ്ണൻ ഞങ്ങളെ വീട്ടിൽ നേരിട്ട് എത്തി. ഇതൊരു ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കൃഷ്ണവേഷം ധരിച്ച് വിഷുവിൻ്റെ തലേ ദിവസം എത്തുന്നതല്ലേ. സാധാരണ ശ്രീകൃഷ്ണ വിഗ്രഹമായിട്ട് രാവിലെയാണ് വരാറുള്ളത്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ, കണിയൊരുക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഭഗവാൻ നേരിട്ട് എത്തി. എൻ്റെ ആ ഒരു സന്തോഷം അല്ലേ പറഞ്ഞറിയിക്കാൻ മേല. ഉണ്ണിക്കണ്ണൻ തന്നെ കൃഷ്ണൻ്റെ മുഖത്തെ ചൈതന്യം കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ തൊഴുതുപോയി. ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട പോലെ. അങ്ങനെ കണി കാണാൻ തുടങ്ങി രാവിലെ തന്നെ. അങ്ങനെ പരസ്പരം കൈനീട്ടമൊക്കെ കൊടുത്ത് കൂട്ടുകാരെ. അങ്ങനെ ഞങ്ങളിത് കണിയൊക്കെ തൊഴുത് ഇനി ഞങ്ങൾ അമ്പലത്തിൽ എല്ലാ വിഷുവിനും ഞങ്ങൾ പള്ളിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകാറുള്ളതാണ്. അപ്പം അങ്ങോട്ട് പോവുകയാണ് കൂട്ടുകാരെ. അങ്ങനെ ഞങ്ങളിത് പള്ളിക്കുന്ന് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ഇത്തവണ നല്ല ഗംഭീര ഉത്സവമാണ് കേട്ടോ. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചെന്നാൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വാതിക്കെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും അതുപോലെ കയറി വരുന്നവിടെ ആർച്ചുമൊക്കെ കുരുത്തോലയും പച്ച ഓലയും കൊണ്ട് മാത്രം ചെയ്തു വെച്ചിരിക്കുന്ന ഒരിതാണ്. ഇത് ആര് ചെയ്തെങ്കിലും അവരുടെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. അതുപോലെ നമ്മുടെ ആന വന്നപ്പോൾ തന്നെ ശരണ്യക്ക് പേടിയാണ്. അപ്പോൾ അത് കാരണം ശരണ്യ പറഞ്ഞു, ബാ
നമുക്ക് പോയേക്കാം. കാരണം ശരണ്യക്ക് ഇച്ചിരി പേടിയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് കേട്ടാ ഇതൊക്കെ കാണുന്നത്. കാഴ്ച ശ്രീവലി വരെയും ഞങ്ങളവിടെ നിന്നില്ല. ഞങ്ങളും ഇത് കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നു. അതെ, പള്ളിക്കുന്ന് ക്ഷേത്രത്തിൽ എല്ലാ ഞങ്ങൾ വിഷുവിനും പോകുന്നതാണ്. അപ്പം അങ്ങനെ പോയിട്ടൊക്കെ വന്ന് അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ, എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിവസമാകട്ടെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.